മയിൽപ്പീലിക്കാവ്. ഹിമ വാവിട്ട് കരയുന്നുണ്ട്. ചുറ്റിലും എല്ലാവരും കൂടി നിൽക്കുന്നു. മിഥുനാണെങ്കിൽ എന്നെ അടിക്കാനായി വന്നു. പിന്നെ ആരൊക്കെയോ ചേർന്ന് അവനെ പിടിച്ചു മാറ്റി. ഞാൻ ഹിമയുടെ അടുത്തേക്ക് ചെന്നു. അവൾ എന്നെ തള്ളി മാറ്റിക്കളഞ്ഞു. മിഥുനും പ്രഭാകരമേനോനും കൂടി വായിൽ വന്നതൊക്കെ എന്നെ വിളിച്ചു പറഞ്ഞു. എന്നെയും ആ പെൺകുട്ടിയും കൂടി മുറിയിൽ പൂട്ടിയിട്ടു. പിന്നെയും ആരൊക്കെയോ അവിടേക്ക് വന്നു. അതിലിൻ്റെ അച്ഛനും അമ്മയും ചേച്ചിയും എല്ലാവരും ഉണ്ട്. പോലീസ് വന്ന് എന്നെ രാത്രിയിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. ഞാൻ അങ്ങനെ ജയിലിലായി. തെളിവുകളൊക്കെ എനിക്കെതിരായിരുന്നു. ആ പെൺകുട്ടിയുടെ മൊഴി അപ്രകാരമായിരുന്നു. നിരപരാധിയായ എൻ്റെ അവസ്ഥ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ലായിരുന്നു. എൻ്റെ അച്ഛൻ ഈ നാണക്കേടിൽ പിന്നീട് പുറത്തിറങ്ങിയതേയില്ല. ആളുകളുടെയൊക്കെ മുമ്പിൽ അച്ഛൻ അപമാനിതനായി. ഓഫീസിൽ പോകുന്നതൊക്കെ അച്ഛൻ കുറച്ചു. വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടി. അങ്ങനെ ഇരിക്കെ അച്ഛന് 2 തവണ അറ്റാക്ക് ഉണ്ടായി. ശ്രീഹരിയാണെങ്കിൽ ഏറി വന്ന സങ്കടത്തോടെ മീനാക്ഷിയോട് തൻ്റെ കഥകളൊക്കെ പറയുകയാണ്. പ്രഭാകരമേനോൻ അയാളുടെ പവർ ഉപയോഗിച്ചുകൊണ്ട് പ്രശസ്തരായ വക്കീലിനെ നിയമിച്ചു. കേസിൽ അവർ ജയിച്ചു. എന്നെ കോടതി ശിക്ഷിച്ചു. ഹിമ ഒരിക്കൽ പോലും എന്നെ കാണുവാനായി വന്നിട്ടില്ല. പക്ഷെ എന്നെ ഞെട്ടിച്ചുകൊണ്ടൊരിക്കൽ ആ വേലക്കാരിപ്പെണ്ണ് എന്നെ കാണാനായി വന്നു. മിഥുനായിരുന്നു അവളെ അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു. പുറത്തു പറഞ്ഞാൽ എൻ്റെ അച്ഛനെയും അമ്മയും അവൻ കൊല്ലുവെന്ന് ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞ് അവൾ ഒരുപാട് കരഞ്ഞു. ഹിമയും കൂടി അറിഞ്ഞായിരുന്നു ഈ നാടകമെന്ന് ഞാൻ അറിഞ്ഞത് അപ്പോഴാണ്. എന്തു പറയാനാ, ഞാനെല്ലാം സഹിച്ചു. പുറത്തിറങ്ങാനായി കാത്തിരിക്കുവാണ് ഞാൻ. പിന്നീട് ഞാൻ ഒരിക്കൽ കൂടി ഈ വീടിൻ്റെ പടി ചവിട്ടിയിരുന്നു. തെക്കേപ്പറമ്പിലേക്ക് അച്ഛൻ്റെ ചിതയെടുക്കുവാനായിട്ട്. അത് പറയുമ്പോൾ മാത്രം അവൻ്റെ ശബ്ദം വല്ലാണ്ട് ഇടറിയിരുന്നുവെന്ന് മീനാക്ഷി തിരിച്ചറിഞ്ഞു. തെളിവുകൾ അനുകൂലമായി വന്നപ്പോൾ എനിക്കെല്ലാം നഷ്ടപ്പെട്ടു പോയിരുന്നു. ശക്തമായ കാറ്റിൽ ശ്രീഹരിയുടെ ദേഹത്തെല്ലാം മഴത്തുള്ളികൾ അലയടിച്ചു വന്നു. ശ്രീയേട്ട, അവൾ വിളിച്ചു. ശ്രീഹരി മെല്ലെ തിരിഞ്ഞു നോക്കി. ഞാൻ എൻ്റെ ജീവിതത്തിലെ ഒരു കാര്യങ്ങളും ആരോടും ഇതുവരെ പങ്കുവച്ചിട്ടില്ല. മീനാക്ഷിയോട് ഇതൊക്കെ പറഞ്ഞത് ഇയാൾ എന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ്. ശ്രീയേട്ട നുറുക്ക് വിളിച്ചുകൊണ്ട് മീനാക്ഷി അവൻ്റെ നെഞ്ചിലേക്ക് വീണു. അവളുടെ കണ്ണുനീർ അവൻ്റെ നെഞ്ചിലെ പകയുടെ അഗ്നി തണുപ്പിച്ചില്ല. അവൻ്റെ 2 കൈകളും അവളെ ഗാഢമായി ആശ്ലേഷിച്ചു. അവൻ അവളുടെ നെറുകയിൽ ആദ്യമായി ഒരു മുത്തം കൊടുത്തു. ഒരു മാൻകുട്ടിയെപ്പോലെ നിൽക്കുന്ന അവളെ ശ്രീഹരിയുടെ കരങ്ങൾ വരിഞ്ഞു മുറുകി. അവളുടെ കണ്ണുനീർ അവൻ്റെ അധരങ്ങൾ ഒപ്പിയെടുത്തു. പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവൾ അവനിൽ നിന്ന് അകന്നു മാറി. ശ്രീയേട്ടൻ്റെ ഭാര്യ ജീവിച്ചിരിപ്പുണ്ട്. ഒരുപക്ഷെ അവളെല്ലാം ഏറ്റുപറഞ്ഞുകൊണ്ട് ഏട്ടൻ്റെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നാലോ? ശ്രീഹരിയിലും ഒരു ഭാവപ്പകർച്ച പ്രകടമായി. ഛേ, മോശമായി പോയി എന്ന് അവൻ ഓർത്തു. അവൾ വേഗം തന്നെ ആ മുറിവിട്ടിറങ്ങി. എന്നും ശ്രീഹരി കഴിച്ചതിന് ശേഷമാണ് മീനാക്ഷി ഇരിക്കുന്നത്. ഇന്ന് പതിവിന് വിപരീതമായി ശ്രീഹരി പോയി മീനാക്ഷിയെ വിളിച്ചു. വരൂ, നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം. അവനത് പറഞ്ഞപ്പോൾ അവളും അവൻ്റെ ഒപ്പം ചെന്നു. 2 പേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. കുറച്ച് സമയം അവൻ TV കണ്ടുകൊണ്ടിരുന്നു. പിന്നീട് 2 പേരും കിടക്കാനായി പോയി. പിറ്റേ ദിവസം രാവിലെ മീനാക്ഷി ഉണർന്നു. ഇന്ന് അമ്മ വരുമല്ലോ എന്ന് അവൾ ഓർത്തു. പതിവ് പോലെ അവൾ ഓഫീസിലേക്ക് ഇറങ്ങാൻ നേരം ശ്രീഹരി ഉമ്മറത്ത് തന്നെയുണ്ട്. ശ്രീയേട്ട, അവൾ വിളിച്ചപ്പോൾ ശ്രീഹരി മുഖമുയർത്തി അവളെ നോക്കി. ഹിമയെ കാണാൻ ഏട്ടൻ പോയോ? അവൾ ചോദിച്ചു. പോകണം, ഞാൻ താലി ചാർത്തിയ പെണ്ണല്ലേ, എനിക്ക് കാണാൻ പോണം. അമ്മ വരുവാൻ കാത്തിരിക്കുവാണ് ഞാൻ. അവൻ ചെറുതായി ഒന്ന് മന്ദഹസിച്ചുകൊണ്ട് എഴുന്നേറ്റു. നിറഞ്ഞു വന്ന കണ്ണുകൾ അവൻ കാണുവാതിരിക്കാൻ തുടച്ചു മാറ്റിക്കൊണ്ടവൾ വേഗം യാത്ര പറഞ്ഞു പോയി. മീനാക്ഷി പടിയിറങ്ങി പോകുന്നത് നോക്കി ശ്രീഹരി ഇരുന്നു. നാട്ടിൻപുറത്ത് ജനിച്ചുളർന്നതുകൊണ്ട് അതിൻ്റേതായ എല്ലാ നന്മകളും ആവോളം ആർജിച്ചിട്ടുണ്ട് അവളെന്ന് അവനോർത്തു. ഒരു സൂര്യകാന്തിപ്പൂവ് വിരിഞ്ഞു നിൽക്കുന്ന പോലെ പരിശുദ്ധിയാണ് അവളിൽ അവൻ കണ്ടത്. നല്ലൊരു പെൺകുട്ടി. വൈകിപ്പോയി അവൻ മനസ്സിലോർത്തു. അന്ന് വൈകുന്നേരം മീനാക്ഷി വന്നപ്പോൾ രുക്മിണിയമ്മ എത്തിയിട്ടില്ല. ശ്രീഹരിയോട് ചോദിച്ചപ്പോൾ അവൻ അമ്മയെ വിളിച്ചില്ലെന്ന് പറഞ്ഞു. രാത്രി 7 മണിയായി കാണും. ഒരു കാറിൻ്റെ ശബ്ദം കേട്ട് മീനാക്ഷി വാതിൽ തുറന്നപ്പോൾ രുക്മിണിയമ്മയായിരുന്നു അതിൽ. അമ്മേ, അവൾ ഓടിച്ചെന്ന് അവരെ കെട്ടിപ്പിടിച്ചു. 2 പേരുടെയും സ്നേഹപ്രകടനങ്ങൾ കണ്ടുകൊണ്ട് ശ്രീഹരി അകത്തു നിന്നു. ശോഭ എവിടെ മോളെ? അകത്തേക്ക് കയറി വന്ന രുക്മിണിയമ്മ അടുക്കളയിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. ശോഭ എന്തിനമ്മ വിളിക്കുന്നേ? ചായ എടുക്കാനാണോ?
ശബ്ദം കേട്ട ഭാഗത്തേക്ക് രുക്മിണിയമ്മ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. കൈകൾ രണ്ടും മാറിൽ പിടച്ചുകൊണ്ട് ശ്രീഹരി നിൽക്കുന്നത് നോക്കി അവരന്തം വിട്ടു. സച്ചൂട്ടാ! അവരോടിച്ചെന്നവനെ കെട്ടിപ്പിടിച്ചു. അമ്മയും മകനും ഒരുപോലെ കരഞ്ഞു. അമ്മ എന്തൊക്കെയോ പരാതിയും പരിഭവവും പുലമ്പുന്നുണ്ട്. ഒടുവിൽ ശ്രീഹരിയാണ് അമ്മയെ തന്നിൽ നിന്നും അടർത്തി മാറ്റിയത്. അവൻ അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് കസേരയിലിരുന്നു. മോൻ എന്നാണ് വന്നത്? അവർ മിഴികൾ തിടിച്ചുകൊണ്ട് അവനെ നോക്കി. അമ്മ പോയതിൻ്റെ അടുത്ത ദിവസം എത്തി. മീനാക്ഷിയോട് ഞാൻ പറഞ്ഞതാണ് അമ്മയൊന്നും അറിയിക്കേണ്ടത്. അവൻ അവരോട് എല്ലാ കാര്യങ്ങളും സത്യസന്ധമായിട്ടാണ് സംസാരിക്കുന്നത്. മീനാക്ഷി മോളെ! രുക്മിണിയമ്മ വിളിച്ചപ്പോൾ മീനാക്ഷി മറ്റേതോ ലോകത്തായിരുന്നു. അവൾ എന്താണ് ആലോചിക്കുന്നതെന്ന് ഈ ലോകത്തറിയാവുന്നത് ഇപ്പോൾ ശ്രീഹരിക്ക് മാത്രമായിരുന്നു. രുക്മിണിയമ്മ ഒരുപാട് സാധനങ്ങൾ മീനാക്ഷിക്ക് കൊണ്ടുവന്നിരുന്നു. ആ കൂട്ടത്തിൽ ചുവന്ന കളർ ഒരു സൽവാറുണ്ടായിരുന്നു. അവരതെടുത്ത് മീനാക്ഷിക്ക് കൊടുത്തു. നാളെ ഇതിട്ടുകൊണ്ട് വേണം മോൾ ഓഫീസിൽ പോകാൻ കേട്ടോ. അവരത് പറഞ്ഞപ്പോൾ മീനാക്ഷി സമ്മതഭാവത്തിൽ പുഞ്ചിരിച്ചു. അന്ന് രാത്രിയിൽ അവർ 3 പേരും കൂടി ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത്. മീനൂട്ടിയുടെ കുക്കിങ്ങൊക്കെ നിനക്ക് ഇഷ്ടമായോ മോനെ? അമ്മ ചോദിച്ചപ്പോൾ മകൻ മീനാക്ഷിയെ പാളി നോക്കി. അവൾ മറ്റേതോ ലോകത്താണെന്ന് അവന് തോന്നി. അവനും അറിയാം അവളുടെ മനസ്സ് എവിടെയോ അലയുകയാണെന്ന്. അതിൻ്റെ ഉറവിടം ഇത്തിരി പതുക്കെ അവൾ കണ്ടെത്തിയാൽ മതി. ശ്രീഹരി ഊറിച്ചിരിച്ചു. മീനാക്ഷി ജോലിയെല്ലാം ഒതുക്കി വന്നപ്പോൾ അമ്മയുടെ മടിയിൽ തലവെച്ച് കിടക്കുവാണ് ശ്രീഹരി. രുക്മിണിയമ്മ കണ്ണുകളടച്ച് സെറ്റിയിൽ ചാടിയിരിക്കുകയാണ്. അവരുടെ കണ്ണുനീർ ഒഴുകി വരുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി. 2 പേരെയും ശല്യപ്പെടുത്തണ്ടെന്ന് അവൾ ഓർത്തു. ഒരുപാട് പറയാൻ കാണും രണ്ടാൾക്കും. അവൾ മെല്ലെ അവളുടെ മുറിയിലേക്ക് പോയി. സൂക്ഷിച്ചു വച്ചിരുന്ന അവളുടെ നിധിയെടുത്ത് അവൾ നോക്കി. തോന്നലായിരിക്കും അവൾ ഓർത്തു. അവളതെടുത്ത് നെഞ്ചോട് ചേർത്തു. ഒരാൺകുട്ടിയോട് ആദ്യമായി ഇഷ്ടം തോന്നിയ ഋതുമതി നാളിൽ തനിക്ക് കിട്ടിയ സമ്മാനം ഇന്നും സൂക്ഷിക്കുന്നു. ആദ്യമായി ഋതുമതിയായ വേദന അടിവയറ്റി വന്നപ്പോഴും ഒരുപാട് സമ്മാനങ്ങളും മധുരപലഹാരവും കിട്ടുമല്ലോ എന്നാണ് തന്നെ സന്തോഷിപ്പിച്ചത്. വല്യമ്മയുടെ മകൾ ചീരുവാണ് ഒരു കെട്ട് പച്ചയും ചുവപ്പും നിറമുള്ള കുപ്പിവളകൾ കൊണ്ടുവന്നത്. ആരാണ് തന്നതെന്ന് 1000 ആവർത്തി ചോദിച്ചിട്ടും അവൾ പറഞ്ഞില്ല. അവസാനം അവളോട് പിണങ്ങി. കാവിലെ പൂരത്തിന് താലോടുക്കാൻ താൻ അമ്മയുമായി പോയപ്പോൾ അവൾക്ക് സങ്കടമായി. അന്നുയരുന്ന പഞ്ചാരമേളത്തിൻ്റെ താളത്തിനൊപ്പം അവൾ തൻ്റെ കാതിൽ വന്നൊരു കാര്യം പറഞ്ഞു. സച്ചു തന്നതാണ് ആ കുപ്പിവളകളെന്ന്. കാണണമെന്ന് ഒരുപാട് തവണ ആഗ്രഹിച്ചെങ്കിലും ചീരുവിന് അറിയില്ലായിരുന്നു ആളെവിടെ പോയിന്ന്. വീണ്ടും ആ പേര് കേട്ടത് ഇന്നാണ്. ആ ആളാണോ ഇത്? അമ്മയോട് ചോദിക്കാമെന്ന് അവൾ മനസ്സിലോർത്തു. ഓർമ്മകളുടെ വേലിയേറ്റം മനസ്സിൻ്റെ കോണിൽ അടയടിച്ചപ്പോഴും അവൾ ആദ്യത്തെ പ്രണയം എവിടെയോ ഒളിപ്പിച്ചു വെച്ചു. എന്നാലും താൻ പോലും അറിയാണ്ട് ഇടയ്ക്കിടയ്ക്ക് അവ പൊന്തി വരും. രാവിലെ മീനാക്ഷി എഴുന്നേറ്റ് വന്നപ്പോൾ രുക്മിണിയമ്മയും ശ്രീഹരിയും നിർമാല്യം തൊഴുതിട്ട് വരുന്നതാണ് കണ്ടത്. അവൾ മുടിയിൽ നിന്നും ഇറ്റു വീഴുന്ന വെള്ളത്തുള്ളികൾ പിഴിഞ്ഞു കളഞ്ഞ് അവരുടെ അടുത്തേക്ക് വന്നു. മോളെ, നിന്നെ ഞാൻ വിളിക്കാൻ വന്നതാ 2 വട്ടം. പിന്നെ ഓർത്ത് കുട്ടി ഉറങ്ങിക്കോട്ടെയെന്ന്. ഇലച്ചീന്തിയിൽ നിന്നും പനിനീര് ചാലിച്ച ചന്ദനം എടുത്ത് അവർ അവളുടെ നെറ്റിയിൽ തൊട്ടു. മോളെ, ഇന്ന് നമുക്കൊരു സ്ഥലം വരെ പോകണം. കുറച്ച് ലേറ്റ് ആവുമായിരിക്കും ഓഫീസിലെത്താൻ. രുക്മിണിയമ്മ അവളെ നോക്കി പറഞ്ഞു. എവിടേക്കാണെന്ന് അവൾ ചോദിച്ചില്ല. രാവിലെ എല്ലാവരും ഭക്ഷണം കഴിച്ചു. ശേഷം യാത്ര പുറപ്പെടുവാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തി. രുക്മിണിയമ്മ പറഞ്ഞ സൽവാറാണ് മീനാക്ഷി ധരിച്ചത്. അവൾ ഒരുങ്ങി വന്നപ്പോൾ അവർ കണ്ണിമയ്ക്കാതെ അവളെ നോക്കി നിന്നു. പക്ഷെ മീനാക്ഷിയെ ഞെട്ടിച്ചത് മറ്റൊന്നായിരുന്നു. ശ്രീഹരി സിനിമാ നടനെപ്പോലെ സുന്ദരനായിട്ടുണ്ട്. എക്സിക്യൂട്ടീവ് ലുക്കിൽ ഇറങ്ങി വരുന്ന ശ്രീഹരിയെ അവൾ ആരാധനയോടെ നോക്കി നിന്നു. 3 പേരും കൂടി നേരെ പോയത് വലിയൊരു ഹൈപ്പർ മാർക്കറ്റിലായിരുന്നു. രുക്മിണിയമ്മയെ കണ്ടതും എല്ലാവരും ഭവ്യതയോടെ എഴുന്നേറ്റു. അവർ 3 പേരും കൂടി നേരെ ഒരു വലിയ റൂമിലേക്ക് പോയി. അവിടെ ഒരു ജനറൽ ബോർഡ് മീറ്റിംഗ് നടക്കുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. രുക്മിണിയമ്മ എല്ലാത്തിൻ്റെയും നേതൃത്വം മകനെ ഏൽപ്പിച്ചുകൊണ്ടുള്ള അനൗൺസ്മെൻ്റ് ഒക്കെ നടത്തി. ശ്രീഹരി എല്ലാവരും വിഷ് ചെയ്തു. ആ കൂട്ടത്തിൽ അന്ന് രാത്രി വീട്ടിൽ വന്ന പുരുഷന്മാരെയും മീനാക്ഷി കണ്ടു. ഇവർ നമ്മുടെ വിശ്വസ്തരായതുകൊണ്ടാണ് നമുക്കിന്ന് ഉയരാൻ സാധിച്ചത്, അമ്മ അവരെ നോക്കി പറഞ്ഞു. അവർ ഈ ഷോപ്പിലെ പ്രധാന സ്റ്റാഫാണെന്ന് അവൾക്ക് തോന്നി. നഗരത്തിലെ പ്രധാന തിയേറ്ററുകൾ, ഷോപ്പിംഗ് മാളുകൾ, ക്വാറികൾ, വസ്ത്രാലയങ്ങൾ എല്ലാം ശ്രീഹരിയുടെ അച്ഛൻ സമ്പാദിച്ചതാണെന്ന് മീനൂട്ടിക്ക് രുക്മിണിയമ്മ മനസ്സിലാക്കി കൊടുത്തു. അങ്ങനെ കുറച്ച് സമയം കൂടി അവളെ ചെലവഴിച്ചിട്ട്
അവർ വണ്ടിയിൽ വന്ന് കയറി. വീണ്ടും യാത്ര തിരിച്ചു. കാറ് ചെന്ന് നിന്നത് കൊട്ടാര സദൃശ്യമായ ഒരു വീടിൻ്റെ മുൻപിലാണ്. ഐശ്വര്യമുള്ളൊരു സ്ത്രീ ഇറങ്ങി വന്ന് വാതിൽ തുറന്നു. ശ്രീഹരിയെ കണ്ടതും അവർ പെട്ടെന്നുണ്ടായി ഞെട്ടൽ മറച്ചുകൊണ്ട് ഒന്ന് പുഞ്ചിരിച്ചു. അവരെല്ലാവരെയും അകത്തേക്ക് ക്ഷണിച്ചു. കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം എന്ന് പറഞ്ഞ് അവരെ ശ്രീഹരി തടഞ്ഞു. നിങ്ങളുടെ ആതിഥ്യ മര്യാദ ഞാനൊന്ന് അനുഭവിച്ചതാണ്, ഇനി അത് വേണ്ട. എവിടെയവൻ? എൻ്റെ ഭാര്യ. അവൻ പുച്ഛത്തോടെ നോക്കിയപ്പോൾ കോണിപ്പടി ഇറങ്ങിയ ഒരു പെണ്ണ് വരുന്നുണ്ടായിരുന്നു. ഹിമയാണെന്ന് ഒറ്റ നോട്ടത്തിൽ മീനാക്ഷിക്ക് മനസ്സിലായി. ശ്രീഹരിയെ കണ്ടതും അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് വന്നു. ശ്രീഹരി അവളെ ആഞ്ഞു തല്ലിയതും ഒട്ടും പ്രതീക്ഷിക്കാതെ അവൾ വീണുപോയി. ഹിമയുടെ അമ്മ വന്നവളെ എഴുന്നേൽപ്പിച്ചു. നിന്നെ വെറുതെ വിടില്ലടാ ഞാൻ. ഹിമ മുരണ്ടു. ഒന്ന് പോടി. നീ പേടിപ്പിച്ചാൽ അപ്പൂപ്പന്താടി പോലെ ഞാൻ പറന്നു പോകും. നീയും നിന്റെ ആങ്ങളെയും കൂടി കളിച്ച നാടകത്തിൻ്റെ ക്ലൈമാക്സ് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതിന് വന്നതാ ഞാൻ. എവിടെ നിന്റെ പുന്നാര ഏട്ടൻ? ശ്രീഹരി അകത്തേക്ക് നോക്കി ചോദിച്ചു. അവനിവിടെ ഇല്ല മോനെ. നിന്നെ ചതിച്ചതിന് ദൈവം അവനെ ശിക്ഷ കൊടുത്തു. ഹിമയുടെ അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ അവൾ അവരെ വലിച്ചിഴിച്ചുകൊണ്ട് അകത്തേക്ക് പോയി. ആർക്കും ഒന്നും മനസ്സിലായില്ല. ഏട്ടൻ ഈ സൺഡേ വരും, അപ്പോൾ നിങ്ങൾ വരൂ. അല്പസമയം കഴിഞ്ഞപ്പോൾ അകത്തു നിന്നൊരു പെൺകുട്ടി വന്ന് പറഞ്ഞു. അങ്ങനെ അവർ 3 പേരും അവിടുന്ന് തിരിച്ചുപോയി. ഹിമയ്ക്കിപ്പോഴും അഹങ്കാരത്തിന് ഒരു കുറവുമില്ലല്ലോ എന്ന് രുക്മിണിയമ്മ മടക്കയാത്രയിൽ അഭിപ്രായപ്പെട്ടു. ശ്രീഹരി പക്ഷേ ഒന്നും പറഞ്ഞില്ല. അന്നവർ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ സമയം 4 മണി കഴിഞ്ഞിരുന്നു. മീനാക്ഷിക്കാണെങ്കിൽ ഇപ്പോഴും അങ്കലാപ്പ് വിട്ടു മാറിയിട്ടില്ല. എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അവൾ പേടിയോടെ ഓർത്തു. അന്നെല്ലാവരും കിടക്കാനായി തുടങ്ങുവാണ്. കോളിമ്പൽ നിർത്താതെ അടിക്കുന്നുണ്ട്. രുക്മിണിയമ്മ വാതിൽ തുറന്നതും മുൻപിൽ ഹിമ. ആ എന്താ, എല്ലാവരും കിടന്നിരുന്നോ? ഹിമ അകത്തേക്ക് കയറിക്കൊണ്ട് ചോദിച്ചു. നിനക്കെന്താ ഇവിടെ കാര്യം? ശ്രീഹരി അവളെ നേരിട്ടു. എന്താ കാര്യമെന്നോ? എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത് ഇനി. ശ്രീഹരിയുടെ മുറിയിലേക്ക് കയറിപ്പോകുന്ന ഹിമയെ നോക്കി അമ്മയും മകനും അന്താളിച്ചു നിന്നു. തുടരും.